ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട് ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി സന്ദർശിക്കുന്നുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ ആരുടെയും വീട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ സന്ദർശനം നടത്തിയിട്ടില്ല. ഇത് ആദ്യമായി ഒരു നേതാവ്, ഒരു അക്യൂസ്ഡായ, ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അത് ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയാണ്. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും നമ്മളോട് സംസാരിച്ചിരുന്നോ? എന്താണ് ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം? അരുൺകുമാർ, പോകുന്നതിന് മുൻപ് സന്ദീപ് വാചസ്പതി പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ചെങ്ങന്നൂർ മുണ്ടൻകാവിലുള്ള ഈ തന്ത്രിയുടെ വീട്ടിലേക്ക്, തറവാട് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. തന്ത്രിയും തന്ത്രിയുടെ കുടുംബാംഗങ്ങളാണ് നിലവിൽ വീട്ടിലുള്ളത്. ഇവരെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത്. ആലപ്പുഴയുടെ തെക്ക് ജില്ലാ പ്രസിഡന്റാണ് സന്ദീപ് വാചസ്പതി. സന്ദീപ് വാചസ്പതിക്കൊപ്പം ജില്ലയിലെ മറ്റു പ്രാദേശിക നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ബി.ജെ.പിയുടെ ഒരു 4 പേരടങ്ങുന്ന സംഘമാണ് എന്നാൽ ഇപ്പോൾ ഈ വീടിനകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇപ്പോൾ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. തന്ത്രിയുടെ ഭാര്യ ബിന്ദു, ഒപ്പം മരുമകൾ, ഒപ്പം മുത്തശ്ശി അടക്കമുള്ള അംഗങ്ങളാണ് നിലവിൽ ഈ വീട്ടിലുള്ളത്. അവരും അത്തരത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഈ വിഷയത്തിൽ തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല. നിലവിൽ എന്തായാലും ഈ ബി.ജെ.പി. ഇതുവരെ തന്ത്രി അറസ്റ്റിന് ശേഷം ആദ്യമായിട്ടാണ് ബി.ജെ.പി. നേതാക്കൾ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത് ഏതർത്ഥത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് നിലവിൽ എന്തായാലും സന്ദീപ് വാചസ്പതി തയ്യാറായിട്ടില്ല. പിന്തുണ അറിയിച്ചിട്ടാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനോ നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിനുശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക. നിലവിൽ എന്തായാലും ഈ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുണ്ടൻകാവിലുള്ള വീട്ടിലാണ് നിലവിൽ സന്ദീപ് വാചസ്പതി അടക്കമുള്ള ബി.ജെ.പി. നേതാക്കൾ ഉള്ളത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്ത്രിയുടെ കുടുംബാംഗങ്ങളോട് നമ്മൾ രാവിലെ പ്രതികരണം തേടിയിരുന്നു. പക്ഷെ അവരും ഈ പ്രതികരണത്തെ തയ്യാറായിട്ടില്ല. പകരം അവർ അനൌദ്യോഗികമായി പറഞ്ഞു വെച്ചത് അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ്. താന്ത്രികപരമായ കാര്യങ്ങൾ മാത്രമാണ് ശബരിമലയിൽ ചെയ്തത് എന്നുള്ളതാണ് ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾ നമ്മളോട് അനൌദ്യോഗിക പ്രതികരണം നടത്തിയത്. അത്തരത്തിൽ അവർ വലിയ വിഷമത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാനായിരിക്കാം വന്നത് എന്നുള്ളതാണ് എന്തായാലും കണക്കാക്കുന്നത്. നിലവിൽ ബി.ജെ.പി. ഒരു ഔദ്യോഗികമായ ഇത്തരത്തിലൊരു പിന്തുണ അറിയിക്കാത്ത സാഹചര്യത്തിൽ ഏത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് സന്ദീപ് വാചസ്പതി ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി എന്തായാലും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അല്പസമയം മുമ്പാണ് എന്താണ് പ്രതികരണമെന്ന്, ഏതെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അത് ബി.ജെ.പിക്ക് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് അറിയാം പ്രേക്ഷകരെ. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബദലായിട്ടൊരു സംഗമം നടത്തുമ്പോൾ അവിടെ പന്തളത്ത് തന്നെ ബി.ജെ.പി. പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി രാജീവ് കണ്ഠരുടെ വീട്ടിലേക്കാണ് ബി.ജെ.പി. പ്രതിനിധി പോയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ ഏതെങ്കിലും പ്രതിയുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു പാർട്ടി പ്രതിനിധി ഇതേപോലെ ഈ സമയത്ത് പോയിട്ടില്ല. ഇനി ഒരുപക്ഷെ അതൊരു പിന്തുണയായിട്ട് മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.